നമസ്കാരം, പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് നബാർഡ് നടത്തിയ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂസീവ് സർവേ പുറത്തു വന്നിരുന്നു. അത് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയൊട്ടാകെയുള്ള ഒരു സർവേയാണ്. ഇതിൽ പറയുന്ന പ്രകാരം കേരളത്തിൽ 35% കുടുംബങ്ങൾക്ക് മാത്രമേ സമ്പാദ്യമുള്ളൂ എന്നാണ്. അതായത് ബാക്കി 65% കുടുംബങ്ങൾക്കും സമ്പാദ്യമില്ല എന്നാണ് സൂചന. നമുക്ക് ആദ്യം ഈ സർവേ റിപ്പോർട്ടിലെ മൊത്തത്തിലുള്ള ഒരു അവലോകനം നോക്കാം. സർവേ പറയുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങളിലെ ശരാശരി മാസ വരുമാനം കഴിഞ്ഞ 5 വർഷ കാലയളവിൽ 57.6% വർദ്ധിച്ചു എന്നാണ്. 2016-17 കാലഘട്ടത്തിൽ 8,059 രൂപ എന്നത് 2021-22 കാലമായപ്പോൾ 12,698 രൂപയായി മാറിയിട്ടുണ്ട്. ഈ സർവേയുടെ മാനദണ്ഡം നോക്കിയാൽ ഇന്ത്യയിലെമ്പാടുമായി 1 ലക്ഷം വീടുകളിലാണ് ചോദ്യാവലി തയ്യാറാക്കി സർവേ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എന്നിരുന്നാലും മൊത്തത്തിലുള്ള ഒരു ഏകദേശ രൂപം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ കുടുംബത്തിന്റെ ശരാശരി മാസ വരുമാനം ഇതിൽ 12,698 രൂപ ആണെങ്കിൽ അത് കാർഷിക കുടുംബങ്ങളിലെത്തുമ്പോൾ 13,661 രൂപയായി മാറുകയാണ്. ഭൂരിഭാഗം വീടുകളുടെയും വരുമാന മാർഗം സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലകളിലെ ശമ്പളമുള്ള ജോലികളാണ്. ഇത് വരുമാനത്തിന്റെ 37%. ഇന്ത്യയിലെ കാർഷിക കുടുംബങ്ങളിൽ വിളവെടുപ്പാണ് പ്രധാന വരുമാന മാർഗം. ഗ്രാമീണ മേഖലയിൽ കുടുംബങ്ങൾ അവരുടെ ചിലവഴിക്കൽ തുക 2016-17 കാലയളവിൽ 6,646 ആയിരുന്നു. അത് 2021-22 കാലത്ത് 11,262 രൂപയായി ഉയർന്നു. കുടുംബങ്ങളുടെ ശരാശരി സമ്പാദ്യവും ഉയർന്നിട്ടുണ്ട്. അത് 13,209 രൂപയാണ്. 2021-22 കാലത്ത് 60% വീടുകൾ സമ്പാദിക്കുവാൻ തുടങ്ങി. ഇതിൽ 71% കാർഷിക കുടുംബങ്ങളാണ്. ഇന്ത്യയൊട്ടാകെ നോക്കിയാൽ സമ്പാദിക്കുന്നവരിൽ കേരളം പിന്നിലാണ്. ഉത്തരാഖണ്ഡ് 93%, ഉത്തർപ്രദേശ് 84%, ജാർഖണ്ഡ് 83%. ഇവരാണ് കുടുംബ സമ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. മറ്റുള്ളവരുടെ കണക്ക് നോക്കിയാൽ ഗോവ 29%, കേരളം 35%, മിസോറാം 35%, ഗുജറാത്ത് 37%, മഹാരാഷ്ട്ര 40%, ത്രിപുര 46% എന്നിങ്ങനെയാണ്. മൊത്തത്തിൽ നോക്കിയാൽ ഒരു ശരാശരി ഇന്ത്യക്കാരന് 10 വർഷം മുൻപ് വാങ്ങുവാൻ കഴിയുന്നതിലും വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ വാങ്ങുവാൻ കഴിയുന്നുള്ളൂ എന്നാണ്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ 65% കുടുംബങ്ങൾക്കും സമ്പാദ്യമോ നിക്ഷേപമോ ഇല്ല. അതുമാത്രമല്ല 61% കുടുംബങ്ങളും പല വിധത്തിലുള്ള കടബാധ്യതയിലുമാണ്. കിട്ടുന്ന വരുമാനം മുഴുവൻ ചിലവഴിക്കുകയും തികയാതെ വരുമ്പോൾ കടം വാങ്ങി ചിലവഴിക്കുകയും ചെയ്യുകയാണ്. ഇത് കേരള സമൂഹം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. കടം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെങ്കിലും അവിടങ്ങളിലെ വ്യക്തിഗത സമ്പാദ്യം ഉയർന്നതാണ്. വരുമാനമുണ്ടെങ്കിൽ കടം ഉയരുന്നത് ബാലൻസ് ചെയ്യുവാൻ സാധിക്കും. നബാർഡിന്റെ സർവേ ഗ്രാമീണ മേഖലയിലാണ് നടന്നതെങ്കിലും നഗരമേഖലയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. മലയാളികളിൽ സമ്പാദ്യശീലം കുറയുന്നത് പരിഹരിക്കുവാനുള്ള ചർച്ചകൾ നടക്കേണ്ട സമയമാണിത്. ഒരു കുടുംബത്തിന്റെ ക്യാഷ് ഫ്ലോ താളം തെറ്റുന്നത് മിച്ചം പിടിക്കുവാനാകാതെ വരുമ്പോഴാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിലും ജീവിക്കുവാനുള്ള കാശില്ലാതെ വരികയാണ്. കിട്ടുന്ന വരുമാനം മുഴുവനും ബില്ലുകൾ, വായ്പകൾ, EMI-കൾ ഇതൊക്കെ അടയ്ക്കുവാനേ തികയുന്നുള്ളൂ. കേരളത്തിലെ ഭൂരിഭാഗം ഇടത്തരക്കാരുടെയും അവസ്ഥ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പണമുണ്ടാക്കുവാനുള്ള നെട്ടോട്ടത്തിൽ മലയാളികൾ നിരവധി തട്ടിപ്പുകൾക്ക് ഇരയാവുകയും ചെയ്യുന്നു. കമ്മീഷൻ, ചൂതാട്ടം, അനധികൃത ഇടപാടുകൾ എന്നിവയിൽ മലയാളികൾ എളുപ്പത്തിൽ പെടുകയാണ്. തട്ടിപ്പു സ്കീമുകളിൽപ്പെട്ട വലിയ തുകകളുടെ കണക്കുകൾ മാത്രമേ പലപ്പോഴും പുറത്തു വരുന്നുള്ളൂ. ചെറിയ തട്ടിപ്പുകൾ അധികവും പുറത്തു വരുന്നില്ല. പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന തീവ്ര ആഗ്രഹത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് വലയിലാക്കുവാനും തട്ടിപ്പുകാർക്ക് സാധിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും വലുതാകുകയാണ്. വിവാഹമോചനങ്ങളിലെ ഭൂരിഭാഗവും സാമ്പത്തിക പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. പണം ഇന്ന് വരും നാളെ പോകും എന്ന പഴയ പഴഞ്ചൊല്ല് പ്രകാരം ജീവിച്ചിരുന്ന മലയാളികൾക്ക് അത് മാറ്റി പറയേണ്ട അവസ്ഥയായി. പണം വരുന്നില്ല, വന്ന പണം പോകുന്നുമുണ്ട്. ഇതാണ് അവസ്ഥ. അറിവും വിവരവും ആവശ്യത്തിലധികമുള്ള മലയാളിക്ക് സാമ്പത്തിക കാര്യങ്ങളിലെ സാക്ഷരത വളരെ കുറയുകയാണ്. എന്തെങ്കിലും കുറെ പണം ഒരുമിച്ച് ലഭിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധിയും മാറും എന്ന പ്രതീക്ഷയിലാണ് പലരും മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് പണമുണ്ടാക്കുവാൻ ഓൺലൈൻ ട്രേഡിംഗ്, ബിറ്റ് കോയിൻ, ഡിജിറ്റൽ കറൻസി എന്നിവയിൽ തലവെച്ച് കുടുങ്ങുന്നവരുടെയും എണ്ണം പെരുകുകയാണ്. സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച്, സമ്പാദ്യം, നിക്ഷേപശീലം എന്നിവയെക്കുറിച്ചെല്ലാം സ്കൂൾ തലം മുതൽക്കുള്ള പഠനം നടത്തേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇന്നത്തെ സർക്കാരുകൾ നിക്ഷേപ പദ്ധതികൾ
ജോലികൾ വെട്ടിക്കുറയ്ക്കുകയും സ്വകാര്യ മേഖലയിലേക്ക് എല്ലാം മാറ്റപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സമ്പാദ്യശീലത്തെക്കുറിച്ച് വിദഗ്ധമായ ചർച്ചകളും ബോധവൽക്കരണവും നടത്തപ്പെടേണ്ട കാലമാണ് ഇപ്പോൾ. ഒരാൾക്ക് ലഭിക്കുന്ന വരുമാനമാണ് അയാളുടെ സമ്പത്തായി ഇപ്പോഴും കണക്കാക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ വരുമാനത്തിൽ നിന്ന് എത്ര മിച്ചം പിടിച്ച് നിക്ഷേപമാക്കി മാറ്റുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ അയാളുടെ സമ്പത്ത്. പണം ചിലവഴിക്കുവാനുള്ളതാണ്, അത് ചിലവഴിക്കുക തന്നെ വേണം. അതിനൊപ്പം സമ്പാദ്യവും ഉണ്ടാകണം. സാമ്പത്തിക അച്ചടക്കം ഇന്നത്തെ ആധുനിക കാലത്തിൽ നിലനിർത്തുക എന്നത് വളരെ പ്രയാസമാണ്. കയ്യിലെ കാശ് പലവിധത്തിൽ അനാവശ്യമായി ചോർന്നു പോകുവാനുള്ള എല്ലാ സാധ്യതയും വിപണിയിലുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക മേഖല നോക്കിയാൽ ഏറ്റവും ഉയർന്ന സാക്ഷരതയും വിദ്യാസമ്പന്നരുമുള്ളവരാണ്. കേരളത്തിലെ വരുമാനത്തിലെ നല്ലൊരു പങ്കും പ്രവാസികളിൽ നിന്നാണ്, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്. നിരവധി സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളും ഇവിടെയുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിലെ തന്നെ മുൻനിരയിലാണ് കേരളം. ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ പറയാമെങ്കിലും വരുമാനത്തിലെ അന്തരം, അതായത് പണമുള്ളവനും പാവപ്പെട്ടവനും തമ്മിലുള്ളത് കൂടുകയാണ്. ഉയർന്ന സാക്ഷരതയും വിദ്യാഭ്യാസവും ഉള്ളതിനനുസരിച്ചുള്ള ജോലി ലഭിക്കാത്തത് തൊഴിലില്ലായ്മ കൂട്ടുകയും ചെയ്യുന്നു. നഗരമേഖലകളിലെ ജീവിത ചെലവ് വർദ്ധിച്ചത് മധ്യവർഗത്തെ കടക്കെണിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കുവാനാകാതെ വരുമാനമില്ലാതെ നട്ടം തിരിയുകയാണ് സാധാരണക്കാർ. ഈ വസ്തുതകളിൽ എത്രത്തോളം ശരിയും തെറ്റും ഉണ്ട് എന്നത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളിൽ നൽകുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.